താണ്ഡവം രചന SMG, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. സെന്റ് തെരേസാസ് എന്ന സ്വർണ്ണലിപികളാൽ എഴുതിയ കോളേജ് ബോർഡിൽ അനുപമയുടെ കണ്ണുകൾ തട്ടിത്തിളങ്ങി. അത് അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ കോളേജ് ദിനമായിരുന്നു. ഒരു പുതിയ ലോകത്തിലേക്കുള്ള ക്ഷണം പോലെ. പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ഭാരവും പേറി ചിരിയും ആശങ്കയും ഉണ്ടായിരുന്ന നൂറുകണക്കിന് മുഖങ്ങൾ ആ കവാടം കടന്ന് അകത്തേക്ക് പ്രവഹിച്ചു. ഒരു ദിവസം കൊണ്ട് സ്വന്തമാക്കാൻ പോകുന്ന വലിയ ലോകത്തേക്ക് കൗതുകത്തോടെ നോക്കി അവർ ക്യാമ്പസിന്റെ പടവുകൾ ചവിട്ടിക്കേറി. ആ തിരക്കിനിടയിൽ അനുപമയും കൂട്ടുകാരി ഗൗരിയും പരസ്പരം കൈകോർത്ത് ആകാംക്ഷയുടെ ഒരു നേർത്ത പുഞ്ചിരിയോടെ നിന്നു. അവർക്ക് ചുറ്റുമെല്ലാം പുതിയതായിരുന്നു. ഓരോ കെട്ടിടത്തിനും ഓരോ മരത്തിനും ക്യാമ്പസിന്റെ ഓരോ കോണിലും ഒരു കഥ പറയാനുള്ളതുപോലെ അവരുടെ ഉള്ളിൽ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ ഒരു തരംഗമാല ഉയർന്നു വന്നു. ആ വലിയ കവാടം കടന്ന് അവർ പുതിയ ലോകത്തേക്ക് പ്രവേശിച്ചു. എന്നാൽ ആവേശത്തിന് പെട്ടെന്ന് മങ്ങലേറ്റു. ഗേറ്റിനടുത്ത് തന്നെ ഉണ്ടായിരുന്ന കയ്യിൽ ടാറ്റു ചെയ്തൊരു 4 സംഘം അവരുടെ വഴി തടഞ്ഞു. ശരത്തായിരുന്നു അവരുടെ തലവൻ. കണ്ണിൽ പരിഹാസവും ക്രൂരതയും ഒളിപ്പിച്ചുകൊണ്ട് അവൻ ചിരിച്ചു. ശരത്ത് അതീവ സുന്ദരനായിരുന്നു. ഏതൊരു പെണ്ണും കൊതിക്കുന്ന സൗന്ദര്യവും ആകർഷകമായ ശരീരം അവനുണ്ടായിരുന്നു. എന്നാൽ അവന്റെ കണ്ണുകളിൽ കണ്ടത് ക്രൂരതയും പരിഹാസവുമായിരുന്നു. ആത്മാർത്ഥമായ സ്നേഹം അവൻ അറിയില്ലായിരുന്നു. തന്റെ ഇഷ്ടങ്ങൾ സാധിച്ചാൽ പെൺകുട്ടികളെ ഉപേക്ഷിച്ച് കളയുന്നതായിരുന്നു അവന്റെ പതിവ്. കോളേജിലെ റാഗിങ്ങും പീഡനങ്ങളും അവനൊരു വിനോദമായിരുന്നു. ഹായ് ഫ്രഷേഴ്സ്, കുറച്ച് നിയമങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അനുവിനെ ഒന്ന് മൊത്തമായി ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ശരത്ത് ഗൗരവത്തിൽ പറഞ്ഞു. അനുവിനും ഗൗരിക്കും പേടിയുണ്ടായിരുന്നുവെങ്കിലും അവർ പരമാവധി ധൈര്യം സംഭരിച്ച് നിന്നു. ഗൗരി പതുക്കെ അനുവിനോട് പറഞ്ഞു, എനിക്ക് പേടിയാവുന്നു അനു, എല്ലാവരും നമ്മൾ തന്നെ നോക്കുന്നു. അനു ഗൗരിയുടെ കയ്യിൽ തട്ടി ധൈര്യം നൽകി. പേടിക്കാനൊന്നുമില്ല ഗൗരി, നമ്മൾ പഠിക്കാമെന്നാ. പേടിയുണ്ടെന്ന് കാണിച്ച് അവർ കൂടുതൽ മുതലെടുക്കും. ധൈര്യമായിട്ട് നടക്ക്. അവർ ഗേറ്റ് അടന്ന് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ശരത്ത് കയ്യിലെടുത്തിരുന്ന താക്കോൽ റിങ് നിലത്തിട്ട് ശബ്ദമുണ്ടാക്കി. 4 പേരും ചേർന്ന് അവരുടെ വഴി തടഞ്ഞു. ശരത്ത് സ്വരം താഴ്ത്തി പറഞ്ഞു, ഏയ്, കോളേജിലേക്ക് കയറാനുള്ള ധൃതി കണ്ടില്ലേ? ആരാണ് ഇവിടെ പുതുതായിട്ട് വന്ന ഈ ബ്യൂട്ടിക്കിനെന്ന് ഞങ്ങൾക്ക് അറിയണം. എന്താണ്? റോഷൻ ചിരിച്ചു. കണ്ടില്ലേ മഹേഷ്, അഹങ്കാരം, ഫാസ്റ്റ് ഇയറിൽ തന്നെ മുടന്തൻ സ്വഭാവം. ശരത്ത് അനുവിനോട് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കൂ, ഈ കോളേജിൽ ചില രീതികളുണ്ട്. അതിലൊന്ന് സീനിയേഴ്സിനോട് അനുവാദം ചോദിച്ചിട്ട് എൻട്രി ഗേറ്റ് കടക്കാൻ പാടുള്ളൂ. നിങ്ങൾക്കറിയില്ലായിരുന്നോ? ഗൗരി വിറച്ചുകൊണ്ട് പറഞ്ഞു, സോറി ഏട്ടാ, ഞങ്ങൾക്കറിയില്ലായിരുന്നു. ശരത്ത് ഗൗരി അവഗണിച്ച് അനുവിനോട് പറഞ്ഞു, സോറിയല്ല വേണ്ടത്, എൻ്റെ നിയമം ലംഘിച്ചതിന് നിങ്ങൾക്ക് അപ്പം തരണം. നീ ഒരു പാട്ട് പാടിയേ, ഒരു ഹിന്ദി ഐറ്റം. ശരത്തിൻ്റെ ആജ്ഞ കേട്ട് അനു മനസ്സിലാമനസ്സോടെ ഒരു പഴയ ഹിന്ദി ഗാനം മൂളി. പിന്നീട് തലകുനിച്ച് നടക്കാനും സീനിയർ സാർ എന്ന് വിളിച്ച് ബഹുമാനിക്കാനുമുള്ള ഉത്തരവുകൾ, അതൊക്കെ അനുവും ഗൗരി അനുസരിച്ചു. ആ നിമിഷം അനുവിൻ്റെ ധാർഷ്ട്യമുള്ള കണ്ണുകളിൽ ശരത്തിൻ്റെ ശ്രദ്ധയുടക്കി. അവൻ്റെ മനസ്സിൽ ഒരുതരം മോഹം മുട്ടിട്ടു. ശരത്ത് അനുവിനോട് അടുത്ത് നിന്ന് സ്വരം താഴ്ത്തി കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, എനിക്കിഷ്ടമായി. എനിക്ക് നിന്നെ നന്നായിട്ട് ബോധിച്ചു. നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ഈ കോളേജിൽ നീ എൻ്റെ സ്വന്തമായിരിക്കും. നീ ഒന്നിനും പേടിക്കണ്ട, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും. പക്ഷേ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, ഇവിടെ എൻ്റെ വാക്കാണ് നിയമം. എൻ്റെ വഴിയിൽ നീ മാത്രം മതി, ബ്യൂട്ടി ക്വീൻ. പിന്നീടുള്ള ദിവസങ്ങളിൽ ശരത്ത് അവളെ പലപ്പോഴും പിന്തുടർന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപദ്രവിക്കാൻ തുടങ്ങി. അനു അവൻ്റെ വാക്കുകൾക്ക് വഴങ്ങാത്തതായിരുന്നു അവനെ പ്രകോപിപ്പിച്ച്. ഒരുച്ചക്ക് സ്റ്റാഫ് റൂമിലേക്ക് പോകാനായി അനുപമ ലൈബ്രറിക്ക് പിന്നിലുള്ള ആളൊഴിഞ്ഞ കോറിഡോറിലൂടെ നടക്കുകയായിരുന്നു. പിന്നിൽ നിന്നൊരു കൈ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. ശരത്തായിരുന്നു അത്. ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിനക്ക് നന്നായിരിക്കും അനുപമ, അവൻ അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു. അവളെ അടുത്തുള്ള ക്ലാസ് മുറിയിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു നേർത്ത ശബ്ദം ഉയർന്നു. ശബ്ദം കേട്ട് ശരത്ത് പിടിവിട്ടു. അവിടേക്ക് നോക്കിയപ്പോൾ മെലിഞ്ഞ് കണ്ണട വെച്ചൊരു പയ്യൻ പേടിച്ചു വരച്ച് നിൽക്കുന്നു. അത് വിവേകായിരുന്നു, കോളേജിലൊരു പാവം വിദ്യാർത്ഥി. പഠനമല്ലാതെ മറ്റൊന്നിനും പോവില്ല. ശരത്തിന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. നീ ഏതാടാ? ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം നിന്നെ ഇവിടെ കാണാറുണ്ടല്ലോ. അനുവിനെ വിട്ട് ശരത്തും കൂട്ടുകാരും വിവേകിന് നേരെ തിരിഞ്ഞു. നിസ്സഹായനായ ആ പാവം വിദ്യാർത്ഥി അവർ ക്രൂരമായി മർദ്ദിച്ചു. വിവേകിന്റെ നിലവിളി കേട്ട് മറ്റു വിദ്യാർത്ഥികൾ ഓടിക്കൂടി. ആളുകൾ കൂടിയതോടെ ശരത്തും സംഘം അവിടുന്ന് തിടുക്കത്തിൽ നടന്നു നീങ്ങി. അടിയേറ്റ വിവേകിന് കാര്യമായ പരിക്കേറ്റതിനാൽ ഒരാഴ്ച ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. അനുവും ഗൗരിയും വിവേകിനെ കാണാൻ ആശുപത്രിയിൽ പോയിരുന്നു. ബെഡിൽ ക്ഷീണിതനായി കിടക്കുന്ന അവനെ കണ്ടപ്പോൾ അനുവിന് വല്ലാത്ത വിഷമം തോന്നി. വിവേക്, സോറി, ഞാൻ കാരണം നിനക്കിതൊക്കെ സംഭവിച്ച്. അനു വിതുമ്പി. വിവേക് നേരിയ ചിരിയോടെ മറുപടി പറഞ്ഞു, അതിന് നീ എന്തിനാ സോറി പറയുന്നത്? ഒരാളെ രക്ഷിക്കാൻ ശ്രമിച്ചല്ലേ ഞാൻ. ആ കൂടിക്കാഴ്ച അവർ നല്ല സുഹൃത്തുക്കളാക്കി. വിവേക് ഒരു സാധാരണ കുടുംബത്തിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. പഠനത്തോടുള്ള അവൻ്റെ ആത്മാർത്ഥത അനുവിനെ ആകർഷിച്ചു. ആഴ്ചകൾക്ക് ശേഷം ക്യാമ്പസിൽ അനുപമയും വിവേകം ചിരിച്ച് സംസാരിക്കുന്നത് ശരത്തും കൂട്ടരും കണ്ടു. അത് ശരത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ നേരെ അനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അനുപോ, എനിക്കിതിന് ഇഷ്ടമാണ്.
നിന്റെ കൂടെ വരണം. അവനെ അയാളെ രൂക്ഷമായി നോക്കേണ്ട ശബ്ദം ഉയർത്തി. എനിക്ക് ഇഷ്ടമല്ല ശരത്, എൻ്റെ വഴിക്ക് വരരുത്, എന്നെ വഴിക്ക് വിട്ടേക്ക്. അവളുടെ കയ്യിൽ കയറി പിടിച്ച് പരസ്യമായി ചുംബിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നിനക്കെന്നെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇഷ്ടം ഉണ്ടാക്കും. നിന്നെ ഞാൻ മോഹിച്ചു പോയി. എൻ്റെ കോളേജ് ജീവിതം കഴിയുന്നവരെങ്കിലും നീ എൻ്റെ കൂടെ വേണം. അവനവിടെ താടിയിൽ പിടിച്ചുയർത്തി കണ്ണുകളിലേക്ക് തീവ്രമായി നോക്കി. എൻ്റെ വാക്ക് നീ കേട്ടാ, ഈ കോളേജ് നിന്റെ കാൽ കീഴിലായിരിക്കും. പൈസ എനിക്കൊരു പ്രശ്നമില്ല, നിനക്ക് വേണ്ട ചോദിച്ചോ. ലോകത്തിലെ ഏത് ആഡംബരവും നിനക്ക് മുമ്പിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. പക്ഷേ നീ എൻ്റെ ആവണം, മനസ്സിലായോ? അവളെ അയാളുടെ കൈതട്ടി മാറ്റി. ഞാനൊരു കളിപ്പാവല്ലേ ശരത്, നിന്റെ പൈസയോ പ്രതാപമോ എനിക്ക് ആവശ്യമില്ല. നിന്നെ എനിക്ക് അർപ്പാണ്. അവൾ തന്നെ മുഴുവൻ ശക്തിയുമെടുത്ത് കൈവീശി അവൻ്റെ കരണത്ത് ആഞ്ഞടിച്ചു അവിടെ നിന്ന് ഓടി. തൻ്റെ ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ് ശരത്തിന് ഇങ്ങനൊരു അനുഭവം. മോഹിച്ചെല്ലാം സ്വന്തമാക്കിയും പണം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ആളുകളെ കീഴ്പ്പെടുത്തിയും ശീലിച്ച അവന് ഈ ഒരടി അവിശ്വസനീയമായിരുന്നു. ഒരു നിമിഷം അവൻ തരിച്ചു നിന്നു. ക്യാമ്പസിലെ എല്ലാവരും അവനെ തന്നെ നോക്കുന്നു. അവൻ്റെ കൂട്ടുകാർ പോലും ഞെട്ടിപ്പോയി. കരഞ്ഞുകൊണ്ട് ഓടിമറയുന്ന അനുവിനെ നോക്കി ശരത്തിൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. അവൻ്റെ ആകർഷകമായ മുഖം ക്രൂരതയുടെ മുഖം മൂടി അണിഞ്ഞു. കൗളിലെ നീറ്റിൽ അവനെ ഭ്രാന്തനാക്കി. ശരത്ത് കൈമുഷ്ടി ഉരുട്ടി അലറിക്കൊണ്ട് പറഞ്ഞു. നിർത്തി, നീ എന്നെ അടിക്കാൻ മാത്രം വളർന്നോടി. ആരടി നീ? ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. റോഷൻ ഓടി വന്നവനെ പിടിച്ചു നിർത്തി. ഒന്ന് അടങ്ങി ശരത്ത്, എല്ലാവരും നമ്മൾ നോക്കുന്നു. ശരത്ത് നിലത്ത് കൈമുട്ടുകൊണ്ട് ആഞ്ഞടിച്ചു. അവൻ്റെ ഉള്ളിൽ അഹങ്കാരിയായ പുരുഷൻ ഒന്നുമല്ലാതായ പോലെ. എൻ്റെ വാക്ക് തള്ളിക്കളഞ്ഞവൾ, എൻ്റെ നേർക്ക് കൈയോങ്ങിയവൾ, ഞാൻ ആരാണെന്ന് അവൾ കാണിച്ചു കൊടുക്കും. അവളെ എവിടേക്ക് ഓടിയാലും ഞാൻ അവളെ പിടിച്ചിരിക്കും. അവളെ എനിക്ക് മാത്രം സ്വന്തമാവും. അവളെൻ്റെ പ്രതികാരത്തിനുള്ള ഇരയാണ്. അവൻ ക്രൂരമായി ചിരിച്ചു. ആ നിമിഷം അനുപമയുള്ള അവൻ്റെ മോഹം വെറും പ്രതികാരദാഹമായി മാറി. അവന് നേരെ പ്രിൻസിപ്പളുടെ ക്യാബിനിലേക്ക് പോയി. സംഭവിച്ചെല്ലാം പ്രിൻസിപ്പൽ ജോസഫ് സാറിനോട് പറഞ്ഞു. ശരത്തിൻ്റെ സ്വാധീനത്തെ ഭയപ്പെട്ടിരുന്ന പ്രിൻസിപ്പൽ വിഷമത്തോടെ ചോദിച്ചു. മോളെ, ആരെങ്കിലും ഇത് കണ്ടോ? അവനെതിരെ സാക്ഷി പറയാൻ ആരെങ്കിലും വരുമോ? ശരത്തിനെതിരെ സാക്ഷി പറയാൻ ആരും ധൈര്യപ്പെടുന്നത് പ്രിൻസിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ആ നിമിഷം വാതിൽ തുറന്ന് വിവേക് കടന്നു വന്നു. അവൻ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. സർ, ഞാൻ കണ്ടു. ശരത്ത് അനുഭവമെ പരസ്യമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ സാക്ഷി പറയാം. പ്രിൻസിപ്പൽ ഞെട്ടിപ്പോയി. ആരും പ്രതീക്ഷിക്കാത്ത നീക്കം. വിവേകിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശരത്തിനും കൂട്ടുകാർക്കും കോളേജിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് സസ്പെൻഷൻ ലഭിച്ചു. സസ്പെൻഷൻ ലഭിച്ചുള്ള പകയുമായി അവർ വിവേകിനെ തേടി വന്നു. കോളേജിന് പുറത്തു വെച്ച് 4 സംഘം വിവേകിനെ വളഞ്ഞു. വിജനമായൊരിടത്തേക്ക് അവരവനെ വലിച്ചിഴച്ചു. കണ്ണുകളിൽ പക നിറച്ച് ശരത്ത് അലറി. നീ ഒടുവിലും ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞല്ലോ നായിന്റെ മോനെ. നീ ആരാണെന്നുള്ള നിന്റെ വിചാരം? ഞങ്ങളെ സസ്പെൻഡ് ചെയ്യിപ്പിക്കാൻ തക്കവണ്ണം നീ വളർന്നോ? അവന്റെ കൂട്ടുകാർ വിവേകിനെ ക്രൂരമായി മർദ്ദിച്ചു തുടങ്ങി. വേദന കൊണ്ട് വിവേക് നിലത്തി വീണു. കഴിഞ്ഞ തവണ അനുപമയെ രക്ഷിക്കാൻ പോരാടിയ ധീരത ഈ ഗുണ്ടാസംഘത്തിന് മുമ്പിൽ അവന് നഷ്ടപ്പെട്ടു. വിവേക് നിലത്തിയിടന്ന് വേദനയോടെ കൈകൂപ്പി. ദയവായി നിർത്ത്. എനിക്കെന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയാവും. ഞാനൊരു പാവപ്പെട്ടവനാ, എന്നെ വിട്ടേക്ക്. ശരത്തിന്റെ മുഖത്ത് കേട്ടപ്പോൾ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞ്. ഓഹോ, അപ്പൊ പഠനം, നിന്റെ ഭാവി, സ്വപ്നങ്ങൾ അതെല്ലാം എൻ്റെ ഈ കൈ കൊണ്ടായിരിക്കും അവസാനിക്കാൻ പോകുന്നത്. നീ കാരണം ഞാൻ ക്ലാസ്സിൽ കയറാതെ വീട്ടിലിരുന്നു. ഇനി നീയോ അത് അനുഭവിക്കണം. അവർ വീണ്ടും അവനെ ക്രൂരമായി മർദ്ദിച്ചു. ഇനി കോളേജിലെങ്ങാനും നിന്നെ കണ്ടുപോയാ കൊന്നോളി ഞാൻ. അവനെ ഭീഷണിപ്പെടുത്തി. ഒടുവിൽ മഹേശ്വരി ഇരുമ്പതിൻ്റെ അടുത്ത് അവൻ്റെ ഒരു കൈ തള്ളി ഒളിച്ചു. വിവേക് വേദനയോടെ നിലവിളിച്ചു. 4 പേരും വിജയീഭാവത്തോടെ അവിടെ തിടുക്കത്തിൽ സ്ഥലം വിട്ടു. വിവേക് വീണ്ടും ആശുപത്രിയിലായി. ഡിസ്ചാർജായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിവേകിനെ കാണാതായി. അവൻ കോളേജിലേക്ക് വന്നില്ല. ശരത്തും കൂട്ടരും ക്യാമ്പസിലെങ്ങും പറഞ്ഞിടന്നു. ഞങ്ങളോടെങ്ങാനും കളിച്ചാൽ വിവേകിന്റെ അവസ്ഥ മറ്റുള്ളവർക്കും വരും. അതേസമയം വിവേകിന്റെ അവസ്ഥ കണ്ടതോടെ അനുപമയുടെ വീട്ടുകാരുടെ ഭയം കാരണം അവളെ കോളേജിലേക്ക് വിടാൻ പഠിച്ചു. ശരത്തിന്റെയും കൂട്ടുകാരുടെയും സസ്പെൻഷൻ കഴിഞ്ഞോടെ അനു പിന്നെ കോളേജിലേക്ക് വന്നിട്ടില്ല. ഒരു ദിവസം ക്യാൻറ്റീനിൽ വെച്ച് ശരത്ത് ഗൗരിയെ കണ്ടു. നിന്റെ കൂട്ടുകാരിയോടെ പോയി? അവൾക്ക് ഞങ്ങളെ പേടിയാണോ? അവളെന്താടി കോളേജിലേക്ക് വരാത്തത്? ചേട്ടാ, എനിക്കറിയില്ല. കുറച്ചു ദിവസമായി വിളിച്ചിട്ട് കിട്ടുന്നില്ല. എങ്ങോട്ട് പോയെന്നൊന്നും പറഞ്ഞില്ല. ശരത്ത് പറയെടുത്ത് അന്വേഷിച്ച് അനുവിനെ കണ്ടുപിടിക്കാൻ കിടഞ്ഞു ശ്രമിച്ചു. പക്ഷെ അവളെ കണ്ടെത്താനായില്ല. അനുവിന്റെ ധാർഷ്ട്യവും തന്നെ തല്ലിയതുമായ സംഭവന ഉറക്കം കെടുത്തി. പ്രതികാരം ചെയ്യാതെ അവൻ അടങ്ങാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം കോളേജ് ഗേറ്റിന് പുറത്ത് വെച്ച് ശരത്തും റോഷനും മഹേഷും സംസാരിച്ചിരിക്കുമ്പോൾ ശരത് ഷരത്ത് എന്ന് വിളിച്ചുകൊണ്ട് സിബിനെ ഓടിക്കച്ച് വരുന്ന കണ്ടപ്പോൾ അവർ 3 പേരും പ്രതീക്ഷയോടെ സിബിനെ നോക്കി നിന്നു. സിബിൻ കിതച്ചുകൊണ്ട് ആവേശത്തോടെ കിട്ടി മകളെ, അവളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കിട്ടി. ശരത്ത് ആകാംക്ഷയോടെ പറഞ്ഞു. വേഗം പറയടാ, ഞങ്ങൾ എത്ര നേരം നിന്നെ നോക്കിയിരിക്കുന്നു അറിയോ? അനുപമയുടെ വീട്ടുകാർ നമ്മളുള്ള ഭയം കാരണം അവളെ ദൂരെയുള്ള ഒരു വല്യമ്മയുടെ വീട്ടിലേക്ക് മാറ്റി. അതൊരു വലിയ തറവാടാ. വീട് എവിടെയാണെന്നുള്ള വിവരങ്ങളെല്ലാം ഞാൻ സംഘടിപ്പിച്ചു. ശരത്തിന്റെ മുഖത്ത് ക്രൂരമായ ചിരി വിടർന്നു. വല്യമ്മയുടെ വീട്?
എത്ര ദൂരം പോയാലും അവൾക്ക് എന്നിൽ നിന്ന് ഒളിച്ചിരിക്കാൻ കഴിയില്ല. ഇത് മതി, ഇനി നമ്മൾ അങ്ങോട്ട് പോവും. അവൾ കാത്തിരിക്കട്ടെ എൻ്റെ പ്രതികാരത്തിനായി. ശരത്തും കൂട്ടുകാരും ഇരുട്ടിന്റെ മറവിൽ തങ്ങളുടെ അടുത്ത നീക്കത്തിനായി പദ്ധതിയിട്ടു. വിവേക സാക്ഷിയിൽ നിന്ന് നൽകിയ സസ്പെൻഷനും അനുവിന്റെ അടിക്കും പകരം ചോദിക്കാൻ അവൻ ഉറച്ചു. ആ വലിയ തറവാട്ടിൽ വല്യച്ഛനും വല്യമ്മയും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഒരാഴ്ചയായി അവിടെ ഒരു ബന്ധുവിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് വല്യച്ഛനും വല്യമ്മയും അടുത്ത പട്ടണത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. വീട്ടിലെ ജോലിക്കാരിക്ക് പെട്ടെന്ന് അസുഖമായതിനാൽ അവധിയെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തറവാട് വീട്ടിലെ അനുഭവം രാത്രി തികച്ചും ഒറ്റക്കായിരുന്നു. ആ വലിയ തറവാട്ട് വീട്ടിൽ ആ രാത്രി ഉറക്കത്തിൽ നിന്ന് പെട്ടെന്നാണ് വാതിൽ ശക്തിയായ മുട്ടുകേട്ടത്. ഒറ്റക്കാണെന്ന ചിന്ത അവളെ ഭയപ്പെടുത്തി. ആരാണെന്ന് ചോദിക്കാൻ പോലും അവൾക്ക് ധൈര്യമുണ്ടായില്ല. മുട്ടിന്റെ ശക്തി കൂടി വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ അവൾ തളർന്നു നിന്നു. പെട്ടെന്ന് വാതിൽ ശക്തിയായി തകർത്ത് ആ 4 സംഘം അകത്തേക്ക് പ്രവേശിച്ചു. അവരെ കണ്ടതും അനുവിന്റെ സപ്തനാടികളും തളർന്നു. എവിടെ നോക്കിട്ടിയ ധൈര്യത്തിൽ അവൾ അടുക്കള വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഓടി. അവർ പിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കി അവൾ ഓട്ടത്തിന്റെ വേഗത കൂട്ടി. ഇരുട്ടിൽ കല്ലുകളിലും ചെടികളിലും തട്ടിത്തടഞ്ഞ് ഒടുവിൽ അവൾ എത്തിച്ചേർന്ന ഒരു കവലയിലാണ്. രാത്രിയായതിനാൽ അവിടെയെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല. വഴിവിളക്കുകൾ മാത്രം പ്രകാശം പരത്തി നിന്നു. ആ തണുത്ത കാറ്റിന് പോലും ഒരു ദുർഗന്ധം ഉണ്ടായിരുന്നു. പേടിച്ച് വിറച്ച് അവൾ അവിടുന്ന് ഓടി പൊളിഞ്ഞൊരു പഴയ കെട്ടിടത്തിനുള്ളിലേക്ക് പാഞ്ഞു. അവിടെ ആകെ നിശബ്ദത മാത്രം. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് 4 സംഘം അകത്തേക്ക് പ്രവേശിച്ചു. പേടി കാരണം അനുവിന്റെ ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാമായിരുന്നു. ഇനി എന്ത് എന്ന ചോദ്യം അവളെ കൂടുതൽ തളർത്തി. ഡാ, അവൾ ഇതിനകത്ത് തന്നെയുണ്ട്, ഞാൻ കണ്ടതാ, ഇങ്ങോട്ട് ഓടുന്നു. ശരത്തിന്റെ ശബ്ദം മുഴങ്ങി. പെട്ടെന്ന് പിന്നിലൊരനക്കം. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ നിലാവെളിച്ചത്തിൽ അവൾ 4 പേരുടെയും മുഖം വ്യക്തമായി കണ്ടു. അനുവിന്റെ മുന്നിലൂടെ എന്തോന്ന് കാറ്റുപോലെ പാഞ്ഞുപോയി. അവൾ കണ്ണുകൾ തുറന്നപ്പോൾ മുന്നിൽ മുഖം മൂടിയണിഞ്ഞ ഒരാൾ നിൽക്കുന്നു. കൗതുകത്തോടെയും പ്രതീക്ഷയോടെയും അവൾ അയാളെ നോക്കി. ആരടാ നീ? ശരത്ത് അലറി. എന്നാൽ ആ മുഖം മൂടിക്ക് ഭാഭേദമൊന്നും ഉണ്ടായില്ല. ശരത്തിന്റെ ആജ്ഞപ്രകാരം റോഷൻ ആ നിൽക്കുന്നവന്റെ അടുത്തേക്ക് നീങ്ങി. മുഖം മൂടിയണിഞ്ഞവൻ അവന്റെ വയറ്റിൽ ആഞ്ഞു ചവിട്ടി. റോഷൻ തെറിച്ചു വീണു. വേദന കൊണ്ട് നിലത്തി കിടന്ന് പുളഞ്ഞു. അത് കണ്ട മഹേഷ് മുഷ്ടിയുരുട്ടിയ അയാൾക്ക് നേരെ വന്നു. മുഖംമൂടി അണിഞ്ഞവൻ കൃത്യമായി മഹേഷിന്റെ മൂക്കിന് പഞ്ച് ചെയ്ത് നിലത്തിട്ടു. കൂട്ടത്തിൽ 3ാമനായ സിബിൻ നിലത്ത് കിടന്ന വടിയെടുത്ത് പുറകിലൂടെ അടിക്കാനായി വീശി. ആ യുവാവ് തലകുനിച്ച് അയാളുടെ കയ്യിൽ നിന്ന് വടി പിടിച്ചു വാങ്ങി സിബിന്റെ തലയിൽ ആഞ്ഞടിച്ചു. അനുപമ ഇതെല്ലാം വിശ്വസിക്കാനാവാതെ നോക്കി നിൽക്കുകയായിരുന്നു. അവസാനം ശരത്ത് ആ യുവാവിനടുത്തേക്ക് നീ ആരടാ ചെറ്റേ? പെട്ടെന്ന് അയാൾ മുഖം മൂടി അഴിച്ചു മാറ്റി. അനുവും ശരത്തും നിലത്തിടക്കുന്ന 3 പേരും ഒരുപോലെ ഞെട്ടി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.